ആദ്യം ഞങ്ങൾ ബാംബു ചെയ്തിട്ട് ചെയ്യാമെന്ന് കരുതിയിരുന്നു. അങ്ങനെ ബാംഗ്ലൂർ ബാംബു കോർപ്പറേഷനിലൊക്കെ പോയിട്ട് അവിടെ കുറേ ട്രെയിനിങ് ഒക്കെ എടുത്തതിന് ശേഷം ഫോറസ്റ്റ് റിസർച്ച് സെൻ്ററിലെ പീച്ചിലുള്ള അവിടെ ദാമോദരൻ എന്ന് പറഞ്ഞിട്ടൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്, വുഡിന് സയൻറ്റിസ്റ്റ് ഉണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ ട്രെയിനിങ് എടുത്തു. ഈ മരം എങ്ങനെ പ്രോസസ്സിങ് ചെയ്യാം, എങ്ങനെയാണ് ഏതൊക്കെ മരങ്ങൾ ട്രീറ്റ് ചെയ്ത് ഉപയോഗിക്കാം, മോയ്സ്ചർ എങ്ങനെ ഒഴിവാക്കാം, ഏതൊക്കെ മരം ട്രീറ്റ് ചെയ്യാൻ പറ്റും, എത്ര സമയം കൊണ്ട് ട്രീറ്റ് ചെയ്യണം, അതൊക്കെ അവിടെ നിന്ന് ഒരു ട്രെയിനിങ് കിട്ടി ഞങ്ങൾക്ക്. ഈ കിലൻ ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് അല്ലേ? അതെ, അതിന് അപ്പോൾ ആ ട്രെയിനിങ് അടിസ്ഥാനത്തിലാണ് പിന്നീട് നമുക്കത് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടെന്ന് ഗവൺമെൻറ് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പദ്ധതി അവതരിപ്പിക്കാൻ തുടങ്ങിയത്. അതാണ് നമ്മുടെ മാസ്റ്റർ കമ്പനി എന്ന് പറയുന്നത്. മരം വരുന്നു, സോയിങ് ചെയ്യുന്നു. ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ഇക്കോ ഫ്രണ്ട്ലി ആയ ബോറിക് ആസിഡ് ഒക്കെ വെച്ചിട്ട് 3 മണിക്കൂർ ഒരു ക്യാപ്സ്യൂളിൻ്റെ അകത്ത് കയറ്റിയിട്ട് ഒരു ഏകദേശം 100 കുബിക് മരം ഒരു ഒറ്റ ക്യാപ്സ്യൂളിൽ പോകും. അതിൻ്റെ അകത്ത് കയറി വാക്യൂം അത് 3 മണിക്കൂർ പ്രഷർ ചെയ്തിട്ട്, അതായത് അതിൻ്റെ ശിശിരങ്ങൾ അടയുന്ന വരെ അത് ഈ സാധനം പ്രഷർ ചെയ്തിട്ട് വാക്യൂം ചെയ്ത് പുറത്തേക്ക് എടുത്തിട്ടാണ് നമ്മൾ കിലേൻ്റെ അകത്ത് കയറ്റുന്നത്. റബ്ബൂട്ട് ചെയ്യണമെങ്കിൽ ഏകദേശം 48 മണിക്കൂറിനുള്ളിൽ ചെയ്യണം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രോസസ്സ് ചെയ്തില്ലെങ്കിൽ അതിനകത്തേക്ക് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അകത്ത് കയറില്ല. ഈ പറയുന്ന ഈ 18 ദിവസമോ 16 ദിവസമോ കിലേൻ്റെ അകത്ത് കയറ്റും. കിലെന്ന് പറയുന്നത് ഒരു 500 CFT മരം കയറുന്ന ഒരു കിലാണ്. അങ്ങനത്തെ 4 കിലാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ 500 CFT മരം അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അതൊരു 15 ദിവസം അതിനകത്ത് 50-60 ഡിഗ്രി ചൂടിൽ, അത് ഹോട്ട് വാട്ടർ ജനറേറ്റർ ഉപയോഗിച്ചാൽ ചെയ്യാം. അതായത് വെള്ളം തിളപ്പിച്ച് ചൂടാക്കി അതിൻ്റെ വരുന്ന നീരാവി 60 ഡിഗ്രിയിലാക്കിയിട്ട് ഇതിലേക്ക് പ്രഷർ ചെയ്യാണ് ചെയ്യുന്നത്. ഇത് ട്രീറ്റ് ചെയ്ത് എടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള മോയ്സ്ചർ എന്ന് പറയുന്നത് ഒരു 10% കൊണ്ടുവരും. കില്ലറിൽ നിന്ന് മരം പുറത്തേക്ക് ഇറക്കുന്നു. പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഈ മരം എന്ന് പറയുന്നത് നല്ല രീതിയിൽ അതിൻ്റെ ക്വാളിറ്റി മാറി. അതായത് അതിന് യൂറബിലിറ്റി കൂടി. പിന്നെ അത് പൊട്ടാനോ പൊളിയാനോ സാധ്യത വളരെ കുറവാണ്. ആ മരമാണ് നമ്മൾ ഫർണിച്ചറിനായിട്ട് ഉപയോഗിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ വില കുറച്ച് കൊടുക്കുന്ന ചില ഫർണിച്ചറും മറ്റും കൂടിയുള്ള വ്യത്യാസം.